ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമാണ് അന്ന്. അമേരിക്ക ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുന്നതും അന്ന് തന്നെയാണ് എന്നത് വിരോധാഭാസം. അമേരിക്കയിൽ ഒരു ദിവസത്തെ ആഘോഷമാണ് എങ്കിൽ ഇറാനിൽ 5 ദിവസം നീളുന്ന ദുഃഖാർത്ഥമായ ചടങ്ങുകളാണ്. അമേരിക്ക ആ രാജ്യത്തിന്റെ നേട്ടം ആഘോഷിക്കുമ്പോൾ ഇറാനിൽ അവരുടെ പരമോന്നത നേതാവായിരുന്ന ആളുടെ സംസ്കാര ചടങ്ങുകൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുക. കോടിക്കണക്കിന് ജനങ്ങൾ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കായി തെരുവിലിറങ്ങും. ഇവിടെയാണ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലും ഇറാനിലും പ്രകടമാകുന്ന ഏറ്റവും വലിയ വ്യത്യാസം. പതിവ് സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് അമേരിക്ക സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. മറ്റ് ആശങ്കകളില്ല. പക്ഷേ ഇറാനിൽ ആശങ്ക മാത്രമാണ് ഉള്ളത്. ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തുന്നവരെ സൂക്ഷ്മമായി നോക്കുന്നുണ്ട്. ലോക നേതാക്കൾ എത്തുമെങ്കിലും ഇസ്രായേൽ തിരയുന്നത് ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതരെയാണ്. നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയെ ഉൾപ്പെടെ ഇറാൻ നേതൃത്വവും ആശങ്കയിലാണ്. ഇസ്രായേലിന് ഒരു കൂട്ടക്കുരുതി നടത്താൻ ഒരു മടിയുമുണ്ടാകില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. ഒരു ഇറാനി നേതാവിനെ വധിക്കാൻ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് മടിയുണ്ടാകില്ല. ജനക്കൂട്ടത്തിനിടയിൽ നിന്നാലും ഉന്നതരെ ലക്ഷ്യമിട്ട ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമെന്ന് ആശങ്കയുണ്ട്. പലസ്തീനിലും ലെബനനിലും ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന് തങ്ങളുടെ ജനങ്ങളോട് സഹതാപമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല ഇറാൻ ഭരണകൂടം. അതുകൊണ്ട് തന്നെ ആയത്തുള്ള ഖമനയുടെ സംസ്കാരം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകണം എന്നതിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നു. ഇറാൻ ഭരണകൂടത്തിലെ പ്രധാന നേതാക്കൾ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ആശങ്കയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് പരമോന്നത നേതാവും ആയത്തുള്ള അലി ഖമനയുടെ മകനുമായ മുജ്തബ ഖമനേയി ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തേക്കില്ല എന്ന വാർത്ത. ഇസ്രയേലുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണ് ഈ തീരുമാനം എന്നാണ് വിവരം. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധി ആയത്തുള്ള ഹക്കീം ഇലാഹി ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇറാനിൽ പോയപ്പോൾ മുജ്തബ ഖമനേയിയെ കണ്ട ചില സുഹൃത്തുക്കളെ ഞാൻ കണ്ടുവെന്നും മുജ്തബ പുറത്തു വരാനും ജനങ്ങളെ കാണാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നും സുഹൃത്തുക്കൾ പറഞ്ഞുവെന്നാണ് ആയത്തുള്ള ഹക്കീം ഇലാഹി വ്യക്തമാക്കിയത്. എന്നാൽ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല. ഇസ്രായേലുമായുള്ള തർക്കം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മുജ്തബ ഖമനേയി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതീവ അപകടകരമാണ് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. അതുകൊണ്ട് മുജ്തബ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നേക്കുമെന്നാണ് ആയത്തുള്ള ഹക്കീം ഇലാഹി പറയുന്നത്. അലി ഖമനേയിക്ക് അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളും പ്രമുഖരും ടെഹ്റാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖമനേയിയുടെ മരണം ഇറാൻ ജനതയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് എന്നും തങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ജനങ്ങളെന്നും ആയത്തുള്ള ഇലാഹി പറയുന്നു. അമേരിക്കയുമായും ഇസ്രായേലുമായും ഇറാൻ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് പരമോന്നത നേതാവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എങ്കിലും ഇത്തരം പ്രതിസന്ധിക്കിടയിലും രാജ്യം മുൻപത്തേക്കാൾ കരുത്താർജിച്ചുവെന്നും ഏത് വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമാണ് എന്നും ഇലാഹി വ്യക്തമാക്കുന്നു. ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരത്തിലെ മുജ്തബയുടെ സാന്നിധ്യവും അസാന്നിധ്യവും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഫെബ്രുവരി 28 ആയത്തുള്ള അലി ഖമനേയെ ലക്ഷ്യമിട്ട് ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ ഖമനേയും മറ്റ് 50ഓളം പേരും കൊല്ലപ്പെട്ടിരുന്നു. മകനായ മുജ്തബ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. മുജ്തബയുടെ അടുത്ത ബന്ധുക്കളും കൊല്ലപ്പെട്ടു. ആ ദിവസം മുതൽ മുജ്തബയെ പൊതു ഇടങ്ങളിൽ കണ്ടിട്ടില്ല. മുജ്തബ ഖമനേയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒട്ടേറെ റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നതാണ്. ഖമനേയി റഷ്യയിൽ ചികിത്സയിലാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ട ആക്രമണത്തിൽ മുജ്തബയും കൊല്ലപ്പെട്ടുവെന്ന് ആദ്യം അവകാശപ്പെട്ടിരുന്ന അമേരിക്ക പക്ഷേ പിന്നീട് അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്ന് സമ്മതിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മുജ്തബയ്ക്ക് സംസാരശേഷി ഇല്ല എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് ആയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയായി അടുത്ത പരമോന്നത നേതാവായി മുജ്തബയെ ഇറാൻ പ്രഖ്യാപിച്ചത്. പുറം ലോകം കാണുന്നില്ലെങ്കിലും യുദ്ധത്തിൽ ഉൾപ്പെടെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് മുജ്തബയാണ് എന്ന് ഇറാൻ ഭരണകൂടം പറയുന്നു. ഇതുവരെ മുജ്തബയുടേത് എന്ന പേരിൽ ചില പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ പോരാട്ടവീര്യം വെളിപ്പെടുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായി ഇറാൻ അമേരിക്ക യുദ്ധം നിർത്താനുള്ള ധാരണാപത്രത്തെക്കുറിച്ചും മുജ്തബയുടെ പ്രസ്താവന പുറത്തു വന്നു. ധാരണാപത്രത്തെ ഇറാനിലെ തീവ്ര നിലപാടുള്ള മതനേതാക്കൾ എതിർത്തു. എന്നാൽ ധാരണയ്ക്ക് മുജ്തബയുടെ അംഗീകാരമുണ്ടെന്നാണ് ഇറാൻ ഭരണകൂടം പറഞ്ഞത്. പിന്നാലെ മുജ്തബയുടെ പ്രസ്താവന വന്നു. ധാരണാപത്രത്തിലെ വ്യവസ്ഥകളിൽ അതൃപ്തി ഉണ്ട് എന്നായിരുന്നു അതിലെ വാക്കുകൾ. പക്ഷേ സമാധാനം പുലരാനായി ധാരണയ്ക്ക് അംഗീകാരം നൽകുന്നു എന്നും പറഞ്ഞിരുന്നു.
അതായത് പ്രധാന തീരുമാനങ്ങൾ തൻ്റേത് തന്നെ എന്ന് ലോകത്തെ അറിയിക്കുകയാണ് മുജ്തബ ഖമനേയി. പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ മുജ്തബ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഇറാനിലെ വലിയ ജനവിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിൻ്റെ ആഗ്രഹവും അതാണ്. ഇറാൻ സുശക്തമായി നിലകൊള്ളുന്നു എന്ന് ലോകത്തെ കാട്ടാൻ മുജ്തബ പൊതുവേദിയിൽ എത്തണമെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള മുജ്തബയെ എങ്ങനെ ചടങ്ങിന് എത്തിക്കുമെന്നും അത് ലോകത്തിന് നൽകുന്ന സന്ദേശം ഇറാന്റെ ദൗർബല്യമായി വിലയിരുത്തപ്പെടുമെന്നും ആശങ്കയുണ്ട്. പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുക മകന്റെ അവകാശമാണ്. പക്ഷേ മുജ്തബ പ്രതിനിധീകരിക്കുന്നത് ഇറാന്റെ പോരാട്ട വീര്യത്തെയാണ്. ആ വ്യക്തി പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മനോവീര്യത്തെ ബാധിച്ചേക്കും. ഇക്കാരണങ്ങളാൽ മുജ്തബയെ തൽക്കാലം ലോകം കാണേണ്ട എന്ന തീരുമാനത്തിനാണ് മുൻതൂക്കം. ഇസ്രയേലിന്റെ ആക്രമണ ഭീതിയുമുണ്ട്. മുജ്തബയെ ആക്രമിക്കുക വഴി ആയിരക്കണക്കിന് സാധാരണക്കാരും കൊല്ലപ്പെട്ടേക്കും. അത് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ മുടക്കും. പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകൾ തടസ്സപ്പെടാൻ മകൻ കാരണമായി എന്നാകും പാശ്ചാത്യ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുക. ഇതെല്ലാം ഒഴിവാക്കാൻ മുജ്തബ മാറി നിൽക്കണമെന്നാണ് ഇറാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ ഉപദേശം. ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങിൽ എപ്രകാരമുള്ള സുരക്ഷയാവും ഇറാൻ ഒരുക്കുക എന്നതും ലോകം ഉറ്റുനോക്കുന്നു. ഒട്ടേറെ ലോക നേതാക്കളെ ഇറാൻ ഖമനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ഇറാനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ഈ പട്ടികയിലുണ്ട്. പക്ഷേ മോദി പങ്കെടുക്കില്ല, പകരം പ്രതിനിധികളെ അയക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങിനെത്തുന്ന ഇറാൻ ജനതയെ സുരക്ഷിതമായി നിയന്ത്രിക്കുക എന്നതും പ്രധാനമാണ്. സംസ്കാര ചടങ്ങിൽ ഇറാൻ ജനം ഒന്നിച്ചു തള്ളിക്കയറിയാൽ ആൾക്കൂട്ട ദുരന്തം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയും ഏറെയാണ്. 1989 ജൂൺ 3 അന്നത്തെ പരമോന്നത നേതാവായിരുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപകൻ ആയത്തുള്ള ഖമനിയുടെ സംസ്കാര ചടങ്ങിൽ ആൾക്കൂട്ട ദുരന്തത്തിന് ഇറാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അന്ന് 2.5-3 കോടി ജനങ്ങളാണ് തെരുവിലിറങ്ങിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സംസ്കാര ചടങ്ങായിരുന്നു അത്. ജനക്കൂട്ടത്തിന് നിയന്ത്രണം വിട്ടതോടെ കടുത്ത നടപടികൾ അന്ന് സ്വീകരിക്കേണ്ടി വന്നു. സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോകാനും ഇടയായി. 2020 അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖാസിം സുലൈമാനിയുടെ സംസ്കാര ചടങ്ങിലും തിക്കിലും തിരക്കിലും 56 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതെല്ലാം പരിഗണിച്ച് ഇത്തവണ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി ഇറാൻ അധികൃതർ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ നടത്തിയ ശേഷമാവും ഖമനിയുടെ ഖബറടക്കം. വിലാപയാത്രയിൽ അടക്കം നിയന്ത്രണങ്ങൾ ഉണ്ടാകും. 3 ദിവസം മൃതദേഹം ടെഹ്റാനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം ഷിയ പുണ്യനഗരങ്ങളിലും ദർശനത്തിന് അവസരമൊരുക്കും. റസാവി, ഖൊറാസാൻ പ്രവിശ്യയിലെ ഖമനയുടെ ജന്മനാട്ടിലാണ് ഖബറടക്കം നടത്തുക. അലി ഖമനിയുടെ മരണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ സങ്കീർണമായി തുടരുന്നതിനിടയിലാണ് ഖമനിയുടെ ഖബറടക്കം നടക്കുന്നത്. അതിനിടയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രത്തിൻ്റെ തുടർ നീക്കങ്ങൾ സജീവമായി തുടരുകയാണ്. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ മധ്യസ്ഥർ മുഖേന ചർച്ച നടത്തി. ഹോർമൂസ് അടക്കം വിവിധ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി എന്നാണ് റിപ്പോർട്ട്. ഒരാഴ്ചത്തേക്ക് ഹോർമൂസിൽ സംഘർഷത്തിന് അയവ് വരുത്താൻ ധാരണയായി. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ നിയന്ത്രണം ആർക്കായിരിക്കണമെന്ന കാര്യത്തിൽ ഭിന്നത തുടരുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കെ അടുത്ത ഘട്ട ചർച്ചകൾ അതിനുശേഷം മാത്രമേ തുടരൂ എന്നാണ് വിവരം.